വൈദിഗിരി നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിനെതിരെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പത്തടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. പത്തടി പ്രദേശത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഒരു വലിയ ജനകീയ പ്രശ്നം ജനമനസ്സുകളിൽ വല്ലാത്ത പ്രതിഷേധം ശക്തമായ അമർഷം ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനാധാരമായിട്ടുള്ള പ്രശ്നത്തെ സംബന്ധിച്ചൊരു വിശദീകരണം പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങളോട് നടത്തേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പത്തടിയിൽ വൈദിഗിരി റബ്ബർ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു മാലിന്യ പ്ലാന്റ് ആരംഭിക്കാനുള്ള ശുപാർശ അല്ലെങ്കിൽ നിർദ്ദേശം വന്നിട്ട് കാലങ്ങൾ കുറയായി. കേരളത്തിലാകെ 3 കേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ, വൻതോതിലുള്ള പ്ലാന്റുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഏജൻസികൾ ആലോചിക്കുന്നത്, തീരുമാനിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അത് വടക്കൻ മലബാറിലും മധ്യ കേരളത്തിലും അതിനുശേഷം തെക്കൻ കേരളത്തിലും 3 എന്ന നിലയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റാണ്. അതിൽ തെക്കൻ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്ലാന്റ് പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയതിനു ശേഷം ഞാൻ ഔദ്യോഗികമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, അനൗപചാരികമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം അതിനായി സ്ഥലം കണ്ടെത്തി റവന്യൂ അധികാരികൾ നടപടികളുമായി മുന്നോട്ട് പോയത് നമ്മുടെ ഈ ഏരൂർ പഞ്ചായത്തിലെ പത്തടി പ്രദേശത്തെ വൈദിഗിരി റബ്ബർ എസ്റ്റേറ്റാണ്. സമരസമിതിയുടെ മുഖ്യ രക്ഷാധികാരിയും ഏരൂർ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാമുമായ ഷൈഖുന ഏരൂർ ഷംസുദ്ദീൻ മദനി ഉസ്താദ് അധ്യക്ഷത വഹിച്ചു. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ, ജനപ്രതിനിധികൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്കെടുക്കാതെ ഒരു പ്രദേശത്തെ ആവാസ വ്യവസ്ഥയെ മുച്ചോട് മുടിക്കുന്ന രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി മുന്നോട്ട് വന്നാൽ ഈ നാടിൻ്റെ സ്വഭാവവും സവിശേഷതയും അറിയുന്ന ബന്ധപ്പെട്ട അധികൃതരും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഏജൻസികളും മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏരൂർ വൈദിഗിരി എസ്റ്റേറ്റിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. പുനലൂർ MLA PS സുബാൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇതിപ്പോ പദ്ധതിയിൽ തന്നെ വന്നു എന്ന് അല്ലെങ്കിൽ അതിനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനിടയായ സാഹചര്യം എന്താണ്? അതിലാർക്കെങ്കിലും ഒരു പ്രത്യേകിച്ച് പങ്കുണ്ടോ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് എന്ന സംവിധാനം, അവര് ഈ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്താൻ വേണ്ടി സ്ഥലം വിട്ടുകിട്ടാനുള്ള അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറാവും. അതിന് പരസ്യം കൊടുക്കുന്നുണ്ട്. ആ പരസ്യം കൊടുക്കുമ്പോൾ ഭൂവുടമകളായിട്ടുള്ള പല ആളുകളും അതിനുവേണ്ടി അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത ഒരു സ്ഥലമാണ് ഈ പത്തടിയിലെ നമ്മുടെ ഈ പറഞ്ഞ ഈ പ്രദേശം. അങ്ങനെ കൊടുത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ചന്തപ്പട്ടയിലെ ഇപ്പോൾ സമരം നടക്കുന്ന ആ പ്രദേശം. മറ്റു ചില പ്രദേശങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം പറയാം, ഈ അപേക്ഷ ക്ഷണിക്കുന്ന അവസരത്തിൽ ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഇതിന് തയ്യാറായിരുന്നില്ല എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അയാൾ അതിന് തയ്യാറായി വന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ വന്ന ഒരു കാര്യം. അതുകൊണ്ട് അത് ഒരാൾ തയ്യാറായി വരുന്നു, അയാൾ അതിന്റെ ഭാഗമായി മാറുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നാട്ടിൽ സ്വാഭാവികമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്ന, ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായിട്ട് ആലോചിക്കാതെ ഇത്തരമൊരു
സംരംഭവുമായി സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളോ മുന്നോട്ട് പോകാൻ പാടില്ല. സമരസമിതി ചെയർമാൻ കുരുവിള കുര്യൻ സ്വാഗതം പറഞ്ഞു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത്, ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ, രാജൻ സ്വാമി, ഷിഹാബുദ്ദീൻ മദനി ഉസ്താദ്, ഷോബി ചാക്കോ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭ, ഡി വിശ്വസേനൻ, ലിജു ജമാൽ, വേണുഗോപാൽ തുടങ്ങിയവർ ജനകീയ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു. റിപ്പോർട്ടർ ചന്തു, ഏരൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.